നമസ്കാരം. രാഷ്ട്രത്തിന്റെ പരമാധികാരവും അതിർത്തി സുരക്ഷയും മുൻനിർത്തി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന കർശനമായ നിലപാടുകളുടെ തുടർച്ചയാണ് ശ്രീ കർത്താർപൂർ സാഹിബ് കോറിഡോറുമായി ബന്ധപ്പെട്ട പുതിയ പ്രഖ്യാപനങ്ങൾ. തീവ്രവാദ പ്രവർത്തനങ്ങളും അതിർത്തിയിലെ സുരക്ഷാ ഭീഷണികളും പൂർണ്ണമായും ഇല്ലാതാകുന്നതുവരെ ഈ സുരക്ഷാ മുൻകരുതലുകളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് നരേന്ദ്രമോദി സർക്കാർ വ്യക്തമാക്കുകയുണ്ടായി. സിഖ് മതവിശ്വാസികളുടെ വികാരത്തെ പൂർണ്ണമായി മാനിച്ചുകൊണ്ട് തന്നെ ഭീകരവാദ ശക്തികൾക്ക് മുന്നിൽ രാജ്യത്തിന്റെ സുരക്ഷ പണയപ്പെടുത്താൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിലാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത്. ലോക്സഭയിൽ ഔദ്യോഗികമായി നൽകിയ മറുപടിയിലൂടെയാണ് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദേശീയ സുരക്ഷയാണ് എല്ലാറ്റിനും ഉപരിയായി കണക്കാക്കപ്പെടുന്നത്. അതിർത്തി കടന്നുള്ള ഭീകരവാദവും രാജ്യവിരുദ്ധ ശക്തികളുടെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും തുടരുന്ന പശ്ചാത്തലത്തിൽ പൗരന്മാരുടെയും തീർത്ഥാടകരുടെയും ജീവന് സുരക്ഷ ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ പ്രഥമ ഉത്തരവാദിത്തമാണ്. തീവ്രവാദത്തെയും അക്രമങ്ങളെയും യാതൊരു കാരണവശാലും വച്ചുപൊറുപ്പിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ശ്രീ കർത്താർപൂർ സാഹിബ് കോറിഡോറിന്റെ താൽക്കാലിക അടച്ചിടൽ വ്യക്തമാക്കുന്നത്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സമാധാനത്തിനും ഭംഗം വരുത്തുന്ന യാതൊരുവിധ നീക്കത്തിനും അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയമാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ പ്രകടമാക്കുന്നത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ അരങ്ങേറിയ ദൗർഭാഗ്യകരമായ ഭീകരാക്രമണത്തിനു ശേഷം അതിർത്തി മേഖലകളിലെ സുരക്ഷാ സാഹചര്യം പൂർണ്ണമായി മാറിമറിഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളും അവർക്കൊത്താശ ചെയ്യുന്ന ഭരണകൂട സംവിധാനങ്ങളും ഇന്ത്യക്കെതിരെ നിരന്തരം അട്ടിമറി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ്. അമർഷവും രോഷവും ഉണ്ടാക്കുന്ന ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇന്ത്യൻ സുരക്ഷാ സേന അതീവ ജാഗ്രതയിലാണ് നിലകൊള്ളുന്നത്. ഭീകരതയുടെ ആഘാതം നേരിടുന്ന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുവരെ യാത്രാ സൗകര്യങ്ങൾ പുനരാരംഭിക്കുന്നത് അസാധ്യമാണെന്ന നിലപാടിലാണ് നരേന്ദ്രമോദി സർക്കാർ ഉറച്ചു നിൽക്കുന്നത്. രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേൽ ഏൽപ്പിക്കപ്പെടുന്ന ഏതൊരു പ്രഹരത്തിനും ശക്തമായ തിരിച്ചടി നൽകാൻ ഭാരതീയ സേന സജ്ജമാണെന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചു. 2025 മെയ് 7 മുതൽ ശ്രീ കർത്താർപൂർ സാഹിബ് കോറിഡോറിന്റെ സേവനങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഈ സുരക്ഷയുടെ നടപടികളുടെ ഭാഗമായിട്ടാണ്. രാജ്യസുരക്ഷയെ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള ഭീഷണികൾ നിലനിൽക്കുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട്. അതിർത്തി കാവൽ ശക്തമാക്കുന്നതിന്റെയും രാജ്യ താൽപര്യം സംരക്ഷിക്കുന്നതിന്റെയും ഭാഗമായി എടുത്ത ഈ സുപ്രധാന തീരുമാനത്തിന് രാജ്യത്തുടനീളമുള്ള ദേശസ്നേഹികളായ ജനങ്ങളിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സിഖ് മതവിശ്വാസികൾക്കേറെ പുണ്യകരമായ ഗുരുപൂർവികരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് പാകിസ്ഥാനിലെ കർത്താർപൂർ പ്രദേശം. ഗുരുനാനാക്ക് ദേവ്ജി തന്റെ ജീവിതത്തിലെ അവസാന വർഷങ്ങൾ ചെലവഴിച്ച ഈ മണ്ണിലേക്ക് ഭക്തർക്ക് സുഗമമായ പ്രവേശനം ഉറപ്പാക്കാൻ മുൻകൈയെടുത്തത് നരേന്ദ്രമോദി സർക്കാരാണ്. 2019 ഒക്ടോബറിൽ ഗുരുനാനാക്ക് ദേവ്ജിയുടെ 550ാം പ്രകാശോത്സവ വേളയിൽ കോറിഡോർ യാഥാർത്ഥ്യമാക്കിയത് കോടിക്കണക്കിന് വിശ്വാസികളുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. വിശ്വാസികളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് 2024 ഒക്ടോബറിൽ ഈ കരാർ 5 വർഷത്തേക്ക് കൂടി നീട്ടി നൽകാൻ കേന്ദ്ര സർക്കാർ സന്നദ്ധമായത് വിശ്വാസ സമൂഹത്തോടുള്ള സർക്കാരിന്റെ ആദരവിന്റെയും പ്രതിബദ്ധതയുടെയും തെളിവാണ്. പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യവും സുതാര്യവുമായ മറുപടി നൽകിക്കൊണ്ട് രാജ്യസുരക്ഷയിലെ സർക്കാരിന്റെ നിലപാട് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. സിഖ് മത സംഘടനകളിൽ നിന്നും തീർത്ഥാടകരിൽ നിന്നും കോറിഡോർ തുറക്കണമെന്ന അഭ്യർത്ഥനകൾ നിരന്തരം ലഭിക്കുന്നുണ്ട് എങ്കിലും അതിർത്തിയിലെ നിലവിലുള്ള യാഥാർത്ഥ്യങ്ങൾ കണക്കിലെടുത്ത് മാത്രമേ അന്തിമ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കൂ എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ വിലയിരുത്തലുകൾക്ക് അതീതമായി യാതൊരുവിധ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും സർക്കാർ വഴങ്ങില്ല എന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണിത്. പാകിസ്ഥാനിലെ നരോവാൽ ജില്ലയിൽ രാവി നദിയുടെ തീരത്തുള്ള ഗുരുപൂർവമായ കർത്താർപൂർ സാഹിബ് ഗുരുദ്വാര ഇന്ത്യയുടെ പഞ്ചാബ് സംസ്ഥാനത്തെ ഗുരുദാസ്പൂർ ജില്ലയിലെ ദരാബാബ നാനാക്കിൽ നിന്നും വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂപരമായി ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന ഈ പ്രദേശത്തേക്കുള്ള യാത്ര സുരക്ഷിതമായിരിക്കണമെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള യഥാർത്ഥ നടപടികളും ഭീകരവാദത്തിനെതിരെയുള്ള ആത്മാർത്ഥമായ നിലപാടുകളും അത്യാവശ്യമാണ്. എന്നാൽ പാകിസ്ഥാൻ മണ്ണിൽ നിന്നും ഇന്ത്യക്കെതിരെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നിർബാധം തുടരുന്നതിനാൽ ഈ പ്രദേശത്തേക്ക് ആളുകളെ കടത്തിവിടുന്നത് വലിയ സുരക്ഷാ പാളിച്ചകൾക്ക് കാരണമാകാമെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നത്. ചില രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പേരിൽ രാജ്യത്തിന്റെ സുരക്ഷയെ പണയം വെക്കുന്ന പഴയകാല കോൺഗ്രസ് സർക്കാരിന്റെ രീതികളിൽ നിന്നും പൂർണ്ണമായി വിഭിന്നമാണ് BJP സർക്കാരിന്റെ ശൈലി. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനോ പ്രീണന നയങ്ങൾക്കോ ഉപരിയായി രാഷ്ട്രമാദ്യം എന്ന തത്വത്തിനാണ് മോദി സർക്കാർ എപ്പോഴും മുൻഗണന നൽകുന്നത്. ആരാധനാലയങ്ങളുടെ പവിത്രതയെയും വിശ്വാസികളുടെ വൈകാരിക ബന്ധത്തെയും ബഹുമാനിക്കുമ്പോൾ തന്നെ അതിർത്തി കടന്നുള്ള ഭീകരതയെ അമർച്ച ചെയ്യാനും രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കാനും സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്ന പ്രഖ്യാപനമാണ് ഈ നിലപാട് വ്യക്തമാക്കുന്നത്.
ലോകമെമ്പാടുമുള്ള സിഖ് സമൂഹത്തിന്റെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ നരേന്ദ്രമോദി സർക്കാർ എപ്പോഴും മുൻപന്തിയിലുമുണ്ട്. സിഖ് ഗുരുക്കന്മാരുമായി ബന്ധപ്പെട്ട ചരിത്ര സ്മാരകങ്ങളുടെ നവീകരണത്തിനും വിദേശത്തുള്ള ഗുരുദ്വാരകളിലെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയ്ക്കും സർക്കാർ നിരന്തരം ഇടപെടലുകൾ നടത്തിയിട്ടുമുണ്ട്. കോറിഡോർ താൽക്കാലികമായി അടച്ചിടേണ്ടി വന്ന സാഹചര്യം സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി മാത്രമാണെന്നും ഭീകരവാദ ഭീഷണികൾ ഒഴിഞ്ഞുപോകുന്ന മുറയ്ക്ക് വിശ്വാസികളുടെ സൗകര്യങ്ങൾ വീണ്ടും പരിഗണിക്കപ്പെടുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നത് ഈ ഒരു കരുതലിന്റെ ഭാഗമായിട്ടാണ്. ഇന്ത്യ തകർക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ശക്തികൾക്ക് ശക്തമായ താക്കീതാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നയം. ചർച്ചകളും ഭീകരവാദവും ഒരുമിച്ച് പോകില്ല എന്ന ഉറച്ച നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സമീപനത്തോടും സർക്കാർ സന്ധി ചെയ്യില്ല. കർത്താപൂർ കോറിഡോർ അടച്ചിടൽ തീരുമാനത്തിലൂടെ രാജ്യത്തിന്റെ സുരക്ഷയാണ് ഏതൊരു നയതന്ത്ര ബന്ധത്തെക്കാളും പ്രധാനമെന്ന് ഭാരതം ലോകത്തിന് മുന്നിൽ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ദേശവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള ഈ അടിയുറച്ച പോരാട്ടത്തിന് രാജ്യത്തിന്റെ കോടിക്കണക്കിന് ജനങ്ങളുടെ പിന്തുണയുണ്ട്. ചുരുക്കത്തിൽ രാജ്യസുരക്ഷയും പൗരന്മാരുടെ ജീവന്റെ സുരക്ഷിതത്വവുമാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ മുൻഗണനയെന്ന് ശ്രീ കർത്താപൂർ സാഹിബ് കോറിഡോറുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നു. സിഖ് വിശ്വാസികളുടെ വൈകാരികമായ ആരാധനാ സ്വാതന്ത്ര്യത്തെ മാനിക്കുമ്പോൾ തന്നെ അതിർത്തിയിലെ ഭീകരവാദ ഭീഷണികളെ അവഗണിക്കാനാവില്ല എന്ന യാഥാർത്ഥ്യമാണ് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ വ്യക്തമാക്കിയത്. ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും സമാധാനത്തിനും വേണ്ടി മോദി സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ഈ ശക്തവും ദീർഘവീക്ഷണത്തോടു കൂടിയതുമായ നടപടി രാജ്യത്തിന്റെ സുരക്ഷ കൂടുതൽ സുദൃഢമാക്കാൻ സഹായിക്കുമെന്നതിൽ സംശയവുമില്ല. ഈ വാർത്തയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.